പോക്സോ കേസുകൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ പ്രത്യേക വിങ് രൂപീകരിക്കാൻ ഒരുങ്ങി സർക്കാർ. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ അറസ്റ്റുകൾ. അമ്മയുടെ സഹായത്തോടെ സുഹൃത്ത് പീഡിപ്പിച്ചെന്ന് കുട്ടിയുടെ മൊഴി. വിശദമായ വാർത്തകൾ നോക്കാം. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലഹരിക്കേസുകളിൽ അറസ്റ്റിലായവരുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ്. പോലീസ് പരിശോധനയിൽ ഇന്ന് അറസ്റ്റിലായത് 128 പേർ. വ്യാപകമായി ലഹരി വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ഏപ്രിൽ 7-ന് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇന്ന് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി സംശയിക്കുന്ന 2064 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 116 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 128 പേർ അറസ്റ്റിലായി. ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ്, ബീഡി എന്നിവ പോലീസ് പിടിച്ചെടുത്തു. മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം ADGPയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനതലത്തിൽ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും NDPS കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം യുവാക്കളുടെ അടക്കം ക്രമാതീതമായി വർദ്ധിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം പോത്തൻകോട് 11-കാരിയെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചെന്ന് മൊഴി. വെളിപ്പെടുത്തൽ രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിംഗിനിടെ. പീഡനം അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നാണ് കുട്ടിയുടെ മൊഴി. തിരുവനന്തപുരത്ത് 11-കാരിയെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചെന്ന കുട്ടിയുടെ മൊഴി. പീഡനം അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെയെന്നും കുട്ടി പറഞ്ഞു. രക്ഷിതാക്കളുടെ വിവാഹമോചന കൗൺസിലിംഗിനിടെയാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വഞ്ചൂർ പോലീസാണ് കേസെടുത്തത്. പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. കുടുംബക്കോടതിയിൽ രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിനിടെയാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. പീഡന വിവരം അമ്മയോട് പറഞ്ഞെങ്കിലും ഇത് പുറത്തു പറയുന്നത് അമ്മ വിലക്കിയെന്നാണ് കുട്ടിയുടെ മൊഴി. ഇയാളെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. പിതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്താണ് പീഡനം നടന്നതെന്നും കുട്ടി മൊഴി നൽകി. കേസിനാസ്പദമായ സംഭവം നടന്നത് പോത്തൻകോട് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് പോത്തൻകോട് പോലീസിന് കേസ് കൈമാറി. കേസിൽ അമ്മയുടെ സുഹൃത്ത് 1-ാം പ്രതിയും അമ്മ 2-ാം പ്രതിയുമാണ്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ തിമിരിയിൽ മാതാപിതാക്കളുടെ മുന്നിലിട്ട് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ പ്രതി ജോസ് ജോർജിന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. പ്രതിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നത് വിലക്കിയതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ജനുവരി 27 രാത്രി 10 മണിയോടെയാണ് മാതാപിതാക്കളായ കുളമ്പുകാട്ടിൽ രാജന്റെയും ശശികലയുടെയും മുന്നിൽ വെച്ച് ശരത് കുമാറിനെ അയൽവാസിയായ പുത്തൻപുരയ്ക്കൽ ജോസ് ജോർജ് കുത്തിക്കൊലപ്പെടുത്തിയത്. ശരത് കുമാറിന്റെ കുടുംബം പ്രതിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നായിരുന്നു കുടിവെള്ളം എടുത്തിരുന്നത്. ഇത് പ്രതി തടഞ്ഞു. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ ശരത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവം നടന്ന് 10 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണ പിള്ള ഉൾപ്പെടെ 27 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS ജയശ്രീയും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് TP സജീവനുമാണ് ഹാജരായത്. ജനം, കണ്ണൂർ. എറണാകുളം ജില്ലാ ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ ആക്രമിച്ച പ്രതികൾക്കെതിരെ കേസെടുത്തു. അഖിൽ ഗണേശൻ, അജിത് ഗണേശൻ എന്നിവർക്കെതിരെയാണ് കേസ്. ഇവരുടെ ആക്രമണത്തിൽ ജയിൽ ജീവനക്കാരനായ അഖിൽ മോഹനന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു.
അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് സഹോദരങ്ങളായ അഖിൽ ഗണേശൻ, അജിത് ഗണേശൻ എന്നിവർ. ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയവേ ഇന്നലെ ഉച്ചയോടെയാണ് ഇവർ ജയിലിൽ ജീവനക്കാരെ ആക്രമിച്ചത്. പ്രതികൾ ബഹളം വെക്കുകയും മറ്റൊരു തടവുകാരനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ജയിൽ ജീവനക്കാരനായ അഖിൽ മോഹനന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ അഖിൽ മോഹനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇൻഫോ പാർക്ക് പോലീസാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. ജനം, കൊച്ചി. കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനവാസി യുവാവ് ഗോകുലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചീഫ് സെക്രട്ടറിക്ക് പരാതി. പോലീസ് കസ്റ്റഡിയിൽ മരണം സംഭവിക്കുമ്പോൾ സീനിയർ ഫോറൻസിക് ഡോക്ടറെ ഉൾപ്പെടുത്തി പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നാണ് പരാതി. പോലീസ് കസ്റ്റഡിയിലെ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികൾ സുതാര്യമാക്കുവാനും ആവശ്യമെങ്കിൽ വീണ്ടും പരിശോധിക്കുവാനും കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പകർത്തി സൂക്ഷിക്കണമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. ഗോകുലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഗൗരവമായ വീഴ്ച സംഭവിച്ചതായാണ് പരാതി. പ്രായപൂർത്തിയാകാത്ത 17 വയസ്സുകാരൻ ഗോകുലിനെ കേസിൽ പ്രതി ചേർക്കാത്ത സാഹചര്യത്തിൽ രാത്രി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് നിയമവിരുദ്ധമാണ്. ഇത് ബാലാവകാശ നീതിയുടെ ലംഘനമാണ്. കസ്റ്റഡിയിൽ പോലീസിന്റെ പീഡനം നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ നിഷ്പക്ഷ അന്വേഷണം അനിവാര്യമാണെന്നും പരാതിയിൽ പറയുന്നു. പോസ്റ്റ്മോർട്ട നടപടികൾ വീണ്ടും കോടതിക്കോ മറ്റ് ഏജൻസികളോ പരിശോധിക്കണമെങ്കിൽ അത് കൃത്യതയോടുകൂടി തന്നെ പകർത്തി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലും ഗോകുലിന്റെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ എതിരായിട്ടുള്ള ആക്ഷേപം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഈ മരണത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതിൽ മാനസിക പീഡനവും ശാരീരിക പീഡനവും ഗോകുലിന് ഏറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുള്ളത്. മാർച്ച് 31-നാണ് ഗോകുലിനെയും പെൺസുഹൃത്തിനെയും കോഴിക്കോട് വനിതാ സെൽ കസ്റ്റഡിയിലെടുക്കുന്നത്. അന്ന് രാത്രി 11-ന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഏപ്രിൽ 1-ന് രാവിലെയാണ് സ്റ്റേഷനിലെ ശൗചാലയത്തിൽ ഗോകുലിനെ ധരിച്ചിരുന്ന ഷർട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗോകുലിന്റെ വയസ്സടക്കം രേഖപ്പെടുത്തുന്നതിലും നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയതായി നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഗോകുലിന്റെ പെൺസുഹൃത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താനും അറസ്റ്റിൽ. ഹൈബ്രിഡ് കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എത്തിച്ചത് ഇയാളെന്ന് എക്സൈസ് അറിയിച്ചു. തായ്ലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുൽത്താൻ പിടിയിലായത്. തായ്ലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കവേ തമിഴ്നാട്ടിലെ എണ്ണൂരിൽ നിന്നാണ് തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയെ എക്സൈസ് പിടികൂടിയത്. ചെന്നൈയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഇയാളാണ് മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് എക്സൈസ് പറയുന്നു. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണും മറ്റുപകരണങ്ങളും സപ്ലൈ ചെയ്യുന്ന ഇയാൾ ഇവ വാങ്ങുന്നതിനായി സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ പോകാറുണ്ടെന്നും എക്സൈസ് സംഘം മനസ്സിലാക്കി. ഇതിന്റെ മറവിലാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. സുൽത്താൻ അക്ബർ അലിയുടെ വിദേശയാത്രയുടെ വിവരങ്ങൾ എക്സൈസ് ശേഖരിച്ചു. ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പമാണ് തസ്ലീമ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിലെ ഹോം സ്റ്റേയിലെത്തിയത്. ഭർത്താവിന് കഞ്ചാവ് കടത്തിനെ കുറിച്ച് അറിയില്ലെന്ന് തസ്ലീമ അറിയിച്ചതിനെ തുടർന്ന് ഇയാളെ വിട്ടയച്ചു. പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് സംശയത്തിന് കാരണമായി. പ്രതിയെ നാളെ ആലപ്പുഴയിലെത്തിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി തസ്ലീമയുടെ സഹോദരിയെയും എക്സൈസ് ചോദ്യം ചെയ്തു. ഇവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ലെന്നാണ് നിഗമനം. തസ്ലീമ കാർ വാടകയ്ക്കെടുത്തത് മറ്റൊരാവശ്യത്തിന് നൽകിയ തന്റെ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്താണെന്ന് ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയായ യുവതിയും എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. റിമാൻഡിൽ കഴിയുന്ന തസ്ലീമയെയും കൂട്ടാളി ഫിറോസിനെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി അടുത്തയാഴ്ച എക്സൈസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ജനം, ആലപ്പുഴ. പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ വിഭാഗം രൂപീകരിക്കാൻ തീരുമാനം. പുതിയ വിങ്ങിനായി 4 ഡിവൈഎസ്പിമാരും 40 SIമാരും അടക്കം 304 തസ്തികകളും സൃഷ്ടിക്കും. പോക്സോ കേസുകളും ഒപ്പം വ്യാജ പരാതികളും കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം.
പോക്സോ കേസുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ അന്വേഷിക്കാൻ പോലീസിന്റെ ജോലി തിരക്കുകൾ തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ വിഭാഗം സജ്ജമാക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം. പുതിയ വിങ്ങിന്റെ രൂപീകരണത്തിനായി 304 തസ്തികകളും സൃഷ്ടിക്കും. 4 ഡിവൈഎസ്പിമാർ, 40 SIമാർ, 40 ASI, 120 സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, 100 സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് തസ്തികകൾ രൂപീകരിക്കുന്നത്. പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിന് 304 തസ്തികകൾ സൃഷ്ടിക്കും. DYSP 4, SI 40, ASI 40, SCPO 120, CPO 100 ഇങ്ങനെയാണ് തസ്തികകൾ. 2021 ശേഷം സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കുത്തനെ കൂടിയ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ വിഭാഗത്തെ പറ്റിയുള്ള ആലോചനകൾ ആരംഭിച്ചത്. വ്യാജ പോക്സോ പരാതികൾ വർദ്ധിക്കുന്നതും പ്രത്യേക വിങ്ങിന്റെ രൂപീകരണത്തിന് പിന്നിലുണ്ട്. ഇതിനായി വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ സമിതിയും രൂപീകരിച്ചിരുന്നു. സെക്രട്ടറി തല സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിഭാഗം രൂപീകരിക്കാനുള്ള തീരുമാനം. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ഈങ്ങാപ്പുഴ ഷിബില കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഗ്രേഡ് SIയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. കണ്ണൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഷിബില നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നായിരുന്നു അന്നത്തെ സസ്പെൻഷനുള്ള കാരണം. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിന്റെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഷിബിലയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നായിരുന്നു നടപടി. ഭർത്താവ് യാസറിൽ നിന്ന് നിരന്തര പീഡനവും ഭീഷണിയും ഉണ്ടെന്ന് കാട്ടി ഷിബിലി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ പ്രതി യാസറിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന വിലയിരുത്തലും വിമർശനവും ശക്തമായിരുന്നു. തുടർന്നാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ നൌഷാദിനെ ബലിയാടാക്കുകയായിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കണ്ണൂർ റേഞ്ച് DIG സസ്പെൻഷൻ പിൻവലിച്ചത്. മാർച്ച് 18-നായിരുന്നു യാസർ ഭാര്യയെ മകളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. മധ്യസ്ഥ ചർച്ചയിലെ ധാരണ പ്രകാരം ഷിബിലയുടെ രേഖകളും മകളുടെ വസ്ത്രങ്ങളും തിരിച്ചെത്തിക്കാനെന്ന വ്യാജേന എത്തിയായിരുന്നു അരുങ്കൊല നടത്തിയത്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനെയും യാസർ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ജനം, കോഴിക്കോട്. പാലക്കാട് ആലത്തൂരിൽ മാല വിഴുങ്ങിയ കള്ളനിൽ നിന്നും ഒടുവിൽ തൊണ്ടി മുതൽ കിട്ടി. കള്ളൻ മാല വിഴുങ്ങി 3-ാം ദിവസമാണ് മാല കിട്ടിയത്. മാല വിഴുങ്ങിയ കള്ളന്റെ വയറിളകുന്നതും കാത്ത് പോലീസ് കാവൽ നിന്നിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് മാല പുറത്തു വന്നത്. ഫഹദ് ഫാസിൽ നായകനായ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയുടെ കഥയ്ക്ക് സമാനമായ സംഭവങ്ങൾ നടന്നതോടെ കഴിഞ്ഞ 3 ദിവസമായി പുലിവാലി പിടിച്ചിരിക്കുകയായിരുന്നു ആലത്തൂർ പോലീസ്. ഞായറാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. മേലാർക്കോട് ഉത്സവത്തിനിടെ മധുര സ്വദേശിയായ മുത്തപ്പൻ എന്ന കള്ളൻ ഉത്സവത്തിന് വന്ന പട്ടഞ്ചേരി സ്വദേശി വിനോദിന്റെ മകൾ 2.5 വയസ്സുകാരിയുടെ മാല പൊട്ടിച്ചു. ഇത് കണ്ട് സ്ത്രീകൾ നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി കള്ളനെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ മാല പൊട്ടിക്കുന്നത് കണ്ടതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും തൊണ്ടിമുതലില്ലായിരുന്നു. ചോദ്യം ചെയ്യലിൽ മാല മോഷ്ടിച്ചില്ലെന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു കള്ളൻ ചെയ്തത്. എന്നാൽ പോലീസ് കള്ളനുമായി ആശുപത്രിയിൽ ചെന്ന് എക്സ്റേ എടുത്തു. ഇതോടെ കള്ളന്റെ വയറ്റിൽ 3/4 പവന്റെ മാല തെളിഞ്ഞു കണ്ടു. പിന്നാലെ റിമാൻഡ് ചെയ്ത പ്രതിയെ തൊണ്ടിമുതൽ കിട്ടാനായി ആശുപത്രിയിലേക്ക് മാറ്റി. ദിവസേന കിലോ കണക്കിന് പൂവൻ പഴവും റോബസ്റ്റ് നൽകിയിട്ടും തൊണ്ടിമുതൽ പുറത്തേക്ക് വന്നില്ല. കള്ളനൊപ്പം തൊണ്ടിക്കായി പോലീസിന്റെ ഈ കാത്തിരിപ്പും തുടർന്നു. ബുധനാഴ്ചയും തൊണ്ടിമുതൽ പുറത്തു വന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ മാല പുറത്തെടുക്കാനായിരുന്നു പോലീസിന്റെ പദ്ധതി. എന്നാൽ ഇതിനിടെയാണ് ഇന്ന് വൈകിട്ടോടെ മാല പുറത്തു വന്നത്. ഇതോടെ പോലീസിനും ആശ്വാസമായി. ജനം, പാലക്കാട്. പാലക്കാട് ഒറ്റപ്പാലത്ത് യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. ഒറ്റപ്പാലം സ്വദേശിയായ ബസില, മക്കളായ റബിയുൾ ഗസീം, നഗീം നാഷ് എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മൂവരെയും കാണാതായത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലുള്ള വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു ബാസിലയും മക്കളും.
തുടർന്ന് ഭർത്താവിന്റെ ഫോണിലേക്ക് ഞങ്ങൾ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ശബ്ദ സന്ദേശവും അയച്ചു. ശബ്ദ സന്ദേശത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെ ശബ്ദമുണ്ടായിരുന്നതിനാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുടുംബം അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഞങ്ങൾ തന്നെ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ റിക്വസ്റ്റ് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവർ ഫുട്ടേജ് കാണിച്ചു തന്നു. ഇങ്ങനെ ഫയൽ നോക്കിയപ്പോൾ അതിൽ അവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അവിടെ 2:30 മണിക്ക് വന്നിട്ട് പിന്നെ ഒരു 4:30 മണിക്ക് ശേഷം കാണാതായിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിലൊക്കെ. അപ്പോൾ ഏതെങ്കിലും ട്രെയിനിൽ കയറി പോയതായിരിക്കാം എന്നുള്ളതാണ് ഒരു നിലപാടിൽ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് ഇപ്പോൾ നിലവിലാണ്. യുവതിയും മക്കളും ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി CCTV ദൃശ്യങ്ങളിലുണ്ട്. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുൾപ്പെടെ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തയുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ് വി വിനീഷ്.